Dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലൂബെറി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കേക്കിലേക്ക് കളർ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ ഇത് ഓവൻ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. വെറും 2 മുട്ട മാത്രം വെച്ചിട്ട് നല്ലൊരു സ്പോഞ്ച് കേക്ക് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അവരൊക്കെ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊക്കെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ബ്ലൂബെറി സോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്ലൂബെറി നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് 125 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഈ ഒരു സോസ് ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് ഉടഞ്ഞിട്ടൊന്ന് തിക്കായി വരണം. ബ്ലൂബെറിക്ക് ഒരുപാട് വേവില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ട് നമ്മളൊന്ന് ഒരു തവി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് നല്ല കളറുണ്ടാവും. അപ്പോൾ പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറി കിട്ടുന്നില്ലെങ്കിൽ ബ്ലൂബെറി ക്രഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് മായമൊന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ബ്ലൂബെറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ മതിയാവും. ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതിലിനി ബ്ലൂബെറി ആയിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. എന്നിട്ടത് ക്രഷായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കേക്കിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ലെയറിലായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരു അരിപ്പയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും അരിപ്പയിലേക്ക് വന്നിട്ടുള്ളത് ഒന്ന് മാറ്റി വെച്ചിട്ട് അത് ക്രഷായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു സോസ് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനും പറ്റും. നന്നായിട്ട് ഇനി തണുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അത് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള മുകളിൽ വന്നിട്ടുള്ള ബ്ലൂബെറി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാം ബ്ലൂബെറി ഉണ്ടെങ്കിൽ ഒരു കേക്കിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവും. അത് ഫുള്ളായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടില്ല ആ സോസിലേക്ക്. ബാക്കിയുള്ളത് ആ ക്രഷിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കുറച്ച് നല്ല തിക്കായിട്ട് തന്നെയാണുള്ളത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കേക്കിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആവണം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലുപ്പമുള്ള 2 മുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ തന്നെ യൂസ് ചെയ്യരുത്. അതിലേക്ക് കുറച്ച് വാനില പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതേപോലെ കുറേശ്ശെയായിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ക്രീമി ആയിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ഒരുപാടൊന്നും ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ ചേർത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലൂബെറി ക്രഷും ബ്ലൂബെറി സോസും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ബ്ലൂബെറി ക്രഷും കുറച്ച് സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കളറ് മാറിയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് കളറ് മാറിയിട്ട് വരില്ല സ്പോഞ്ച് കേക്ക് ആയി വരുമ്പോൾ. ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ബീറ്റർ കൊണ്ടൊന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് നന്നായിട്ട് ഇതേപോലെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്, ബീറ്റ് ചെയ്യരുത്. കുറച്ച് ഒന്ന് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ ലോ സ്പീഡിൽ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇവിടെ ഞാനൊരു 6 ഇഞ്ചിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ച് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് ഈ കേക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിനി കട്ട് ചെയ്തിട്ട് ഒന്ന് 3 ആക്കി കട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ തണുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു കേക്ക് 4 ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. നല്ല ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് 3 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അതിനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് മധുരത്തിൻ്റെ വാനില എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. മാക്ടോപ്പിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് സോസും കൂടെ ബ്ലൂബെറി സോസും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നന്നായിട്ട് കേക്കിലേക്ക് ഒന്ന് നനച്ചു കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് ഇതിലേക്ക് കുറച്ച് ബ്ലൂബെറി ക്രഷും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ബ്ലൂബെറി ക്രഷ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഓരോ ലെയറിലും കുറേശ്ശെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂബെറി ക്രഷും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൽ ഷുഗർ സിറപ്പൊക്കെ നനച്ചു കൊടുക്കുന്നത് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. സൈഡിലൊക്കെ ആ ഗ്യാപ്പ് ഉള്ളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട്
നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും എടുത്തിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സ്റ്റാറിൻ്റെ നോസിലിട്ടിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലൂബെറിയുടെ സോസ് ഒഴിക്കുമ്പോൾ താഴേക്കൊന്നും ഒരുപാട് അങ്ങ് ഒലിച്ചിറങ്ങാതെ ഇരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേക്ക് ഫുള്ളായിട്ട് ബ്ലൂബെറി സോസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മൾ മിറർ ഗ്ലേസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സോസ് നന്നായിട്ട് ഒന്ന് തണുത്ത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനും നല്ല ഒരു കേക്കിനൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. കുറച്ച് വൈറ്റ് കളർ കാണാൻ, വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ഇത് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഈ മുകളിലും പിന്നെ കുറച്ച് സൈഡിൽ കൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കളറിൽ നമുക്ക് നല്ല ഭംഗിയിൽ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറച്ച് ഇതേപോലെ സൈഡിൽ കൂടെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഇതേപോലെ ബോർഡർ കൊടുക്കുന്നുണ്ട്. നോസിലൊന്നും ഇടാതെ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്ലൂബെറി കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്